ഹായ്, എൻ്റെ പേര് ശ്യാമെന്നാണ്. ഞാൻ ദുബായ് ടാക്സി കോർപ്പറേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ ശ്രമിച്ചാലും, ഇനി അതല്ല ഇവിടെ തന്നെ വിസ മാറ്റിയടിക്കാൻ ശ്രമിച്ചാലും, ഞങ്ങളുടെ ലൈസൻസ്, ഡ്രൈവിംഗ് ലൈസൻസ് കമ്പനി വാങ്ങി വെക്കുന്നു. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഇല്ലയോ? നമസ്കാരം ഗൈസ്, വെൽക്കം ടു മൈ അനദർ വ്ളോഗ്. ഞാനൊരു ചെറിയ ഷോർട്ട്സ് ഇട്ടിരുന്നു. ഒന്ന് നമ്മളുടെ UAE ആംനസ്റ്റിയുടെ ഹെൽപ്പ് ഡെസ്ക് പ്രവാസി മലയാളികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണത്. ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് 1:30 2 മണി മുതൽ 5 മണി വരെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനെ പറ്റിയിട്ട് ഇന്ന് അത് കവർ ചെയ്യാം, പിന്നെ കുറച്ച് ഇൻഫോർമേഷൻ എടുക്കാം. ആ ഇൻഫോർമേഷൻ എടുത്തിട്ട് എനിക്ക് നിങ്ങളോട് പിന്നെ ഇതിൽ ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് അങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ ബേസിക്കലി പോകുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ പാസ്പോർട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് എമിറേറ്റ്സ് ID നമ്മളുടെ കയ്യിൽ തന്നെ ഉണ്ട്. പിന്നെ എൻ്റെ റെൻ്റൽ ഡിസ്പ്യൂട്ടിൻ്റെ ഡോക്യുമെൻറ്റ്സ്, ഏതൊക്കെ എൻ്റെ കേസുണ്ടോ ആ ഡോക്യുമെൻറ്റ്സൊക്കെ. കാരണം നമ്മൾക്ക് അവിടെ ലീഗലായിട്ടുള്ള ആളും അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ലീഗലായിട്ടുള്ളൊരു കേസ് ഇതൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു അവിടെ ലീഗലായിട്ടൊരു ലോയർ ഉണ്ട് അവിടെ. അപ്പോൾ അയാളോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് സംസാരിച്ച് അറിയാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മെയിൻ ഇപ്പോൾ ഈ പ്രോഗ്രാം വന്നുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയിട്ട് അന്വേഷിക്കണം എപ്പോഴും നല്ലത്. അപ്പോൾ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് നമ്മൾക്ക് ഇങ്ങനത്തെ വരണമെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും വിടരുത്. നമ്മൾക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ തന്നെ ആൾക്കാർ നമ്മൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനത്തെ പ്രോഗ്രാംസ് ഉണ്ടാക്കുന്നത്. പലരും ചിലപ്പോൾ പേടി കാരണം പോകാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഇങ്ങനത്തെ പ്രോഗ്രാംസ് നമ്മുടെ ആൾക്കാരെ വെച്ചിട്ട് അവർ ഈ പ്രോഗ്രാംസ് തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇന്ന് അവിടെ പോവാം. ഇത് നഹദ 1-ലാണ്. എനിക്കും സ്ഥലം അറിഞ്ഞു. ഞാൻ നഹദ 2-ലാണ് ആദ്യം താമസിച്ചിരുന്നത്. 1-ലും 2-ലും ഞാൻ താമസിച്ചിട്ടുണ്ട്. അപ്പോൾ നഹദ എനിക്ക് നല്ലോണം അറിയാം. പക്ഷേ ഇത് MSS ഓഫീസ് ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് അവിടെ പോയിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. 24 ഹവേഴ്സിനുള്ളിൽ അല്ലെങ്കിൽ 48 ഹവേഴ്സിനുള്ളിലോ നിങ്ങൾക്ക് എന്താക്കും, മെസ്സേജ് വരും. മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവീർ എമിഗ്രേഷൻ, ദുബായിലുള്ള ആളുകൾക്ക് അവീർ എമിഗ്രേഷനിൽ പോയിട്ട് ഫിംഗർ പ്രിൻറ്റ് കൊടുക്കണം. ആ ബയോമെട്രിക് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് 48 ഹവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് അപ്രൂവൽ വരും. അപ്രൂവൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആമർ സെൻറ്ററിൽ പോയിട്ട് അതിൻ്റെ പ്രിൻ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. കേസുള്ള ഇവിടുത്തെ റെസിഡൻസി വിസയുള്ള ആളുകളാണെങ്കിൽ അവർക്ക് അബ്സ്കോണ്ടിങ്ങോ കമ്പനി അബ്സ്കോണ്ടിങ്ങോ എന്ത് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അവർക്ക് പുതിയ ഏതെങ്കിലും കമ്പനിയിൽ നിന്നുള്ള ഓഫർ ലെറ്റർ, മിക്കവാറും ഈ ജനറൽ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ് ആംനസ്റ്റിയെ പറ്റിയിട്ടുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഓരോരുത്തർ മൈക്ക് കൈപൊക്കിയാൽ മൈക്ക് തരും. ഓക്കെ. ഹായ്, എൻ്റെ പേര് ശ്യാമെന്നാണ്. ഞാൻ ദുബായ് ടാക്സി കോർപ്പറേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ ശ്രമിച്ചാലും, ഇനി അതല്ല ഇവിടെ തന്നെ വിസ മാറ്റിയടിക്കാൻ ശ്രമിച്ചാലും, ഞങ്ങളുടെ ലൈസൻസ്, ഡ്രൈവിംഗ് ലൈസൻസ് കമ്പനി വാങ്ങി വെക്കുന്നു. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഇല്ലയോ? നിങ്ങൾ ഈ ദുബായ് ടാക്സിയിലും മറ്റുള്ള ടാക്സിയിലും ഒക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഇവിടുന്ന് പോകേണ്ടി വരുന്ന സമയത്ത് നിങ്ങളുടെ ലൈസൻസ് അവർ ഹോൾഡ് ചെയ്യുന്നല്ലേ പറയുന്നത്. ചില സാഹചര്യം അവർ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ഈ ഒരു ജോലിയിലൂടെ വരാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ. മിക്ക സ്പോൺസേഴ്സും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവരവരുടെ കമ്പനിയിൽ നിന്നിട്ട് ആ കമ്പനിയുടെ പൈസ ഉപയോഗിച്ച് ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ അവർ പോകാൻ നേരത്തെ ഈ ലൈസൻസ് ഹോൾഡ് ചെയ്യാറുണ്ട്. അതായത് പിന്നെ ഒരു സമയത്ത് ഈ കമ്പനിയിൽ നിന്ന് ജോലി കഴിഞ്ഞ് അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ലൈസൻസ്, ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്, നമ്മൾ പുതിയൊരു ജോലി നോക്കി പോകാന്നുള്ളതാണ്. ഇപ്പം ടാക്സി ആയാലും ശരി, വേറെ ഏത് കമ്പനിയിൽ ജോലി ചെയ്യുന്നവരായാലും ശരി, അത് ഇങ്ങനെ തന്നെ ആയിരിക്കും എൻ്റെ പ്രൊസീജിയർ. അപ്പം അങ്ങനെ പോകാതിരിക്കാനും അവർ വീണ്ടും വന്ന് ഇവിടെ ജോലി ചെയ്യാതിരിക്കാനും ചില സ്പോൺസേഴ്സ് ചെയ്യുന്ന ഒരു നടപടിയാണ് ഈ ലൈസൻസ് ഹോൾഡിങ്. പക്ഷേ ദുബായ് ടാക്സി അങ്ങനെയൊക്കെ ഉള്ള ഒരു വലിയ സംരംഭത്തെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ലൈസൻസ് ഹോൾഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഒന്നും ഇവിടെ ഇല്ല. നിയമപരമായിട്ട് വേണം അങ്ങനെ നിങ്ങളുടെ പേർക്ക് എടുത്തിട്ടുള്ള ലൈസൻസ് ഹോൾഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഒന്നുമില്ല. നിങ്ങൾ ഇവരുമായിട്ട് ഒരു പർട്ടിക്കുലർ കാലാവധി ഉണ്ടാവും. അതായത് ഇപ്പോൾ 2 വർഷമായിരിക്കും ഒരു വിസ പീരീഡ്. ഈ വിസ പീരീഡ് കഴിഞ്ഞ് നിങ്ങൾ പോകുമ്പോഴും നിങ്ങളുടെ ലൈസൻസ് ഹോൾഡ് ചെയ്യണമെങ്കിൽ നമുക്ക് നിയമപരമായിട്ട് ലൈസൻസിങ് അതോറിറ്റിക്ക് പരാതി കൊടുത്തിട്ട് ലൈസൻസ് തിരിച്ചു മേടിക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യാൻ പറ്റും. അല്ലാതെ നിങ്ങൾ ഇന്റർവ്യൂവിൽ, അതായത് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞു, സാധാരണ നാട്ടിൽ നിന്ന് നിങ്ങളുടെ ലൈസൻസ് ഇല്ലാതായിരിക്കും കൊണ്ടുവരുന്നത്. ഇവിടെ വന്ന് ലൈസൻസ് എടുത്തു കഴിഞ്ഞിട്ട് ഒരു 3 മാസം അല്ലെങ്കിൽ 2 മാസം ഒരു ടാർഗറ്റ് ഫില്ല് ചെയ്യാതെ വരുമ്പോൾ ചിലപ്പോൾ പോകേണ്ട അങ്ങനെയൊക്കെ ഒരു അവസരം. ആ ഒരു സാഹചര്യത്തിലാണ് അവരെന്ത് ചെയ്യുന്നത്, ലൈസൻസ് ഹോൾഡ് ചെയ്യുന്നത്. അല്ല നിങ്ങൾ അവരുടെ കോൺട്രാക്ട് കാലാവധി കഴിഞ്ഞു വീണ്ടും നിങ്ങളുടെ ലൈസൻസ് ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
അത് നമുക്ക് നിയമപരമായിട്ട് നമുക്ക് ലൈസൻസ് തിരികെ മേടിക്കാവുന്നതാണ്. ഈ ലൈസൻസ് അവർക്ക് റദ്ദാക്കാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ലൈസൻസ് റദ്ദാക്കുക അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുക പറ്റില്ല. അപ്പൊ നമുക്കത് പിന്നെ അഥവാ ഇവരൊന്ന് വാങ്ങി വെച്ചാൽ ഡ്യൂപ്ലിക്കേറ്റ് മറ്റൊരു സ്ഥലത്ത് ജോലിക്ക് പോവുകയും ചെയ്യാം. പാസ്പോർട്ട് പോലുള്ള നമ്മുടെ സ്വന്തം സാധനമാണ്. അതായത് ദുബായ് ടാക്സി പോലുള്ള സ്ഥാപനങ്ങളിൽ പൊതുവെ ലൈസൻസ് എടുക്കുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങളെ കൊണ്ടുവരുന്നത് ഒരിക്കലും ലൈസൻസ് ഇല്ലാതെയാണ് കൊണ്ടുവരുന്നത്. അവർ ലൈസൻസ് എടുക്കാനും ആ ജോലിയിലേക്ക് നിങ്ങൾ പ്രവേശിപ്പിക്കാനുമായിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 10 മാസമെങ്കിലും അവർ നിങ്ങളുടെ ചിലവുമെല്ലാം വഹിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അല്ല ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വിസ ആണെങ്കിലും. ഈ കാലയളവിലും അതിനുശേഷം നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ അവരുമായിട്ടൊരു കോൺട്രാക്ട് നിലവിലുണ്ടെങ്കിൽ, അതായത് അവരുടെ എന്തെങ്കിലും രീതിയിൽ കോൺട്രാക്ട് നിലവിലുണ്ടെങ്കിൽ ആ കോൺട്രാക്ട് കഴിയുന്ന സമയം വരെ അവിടെ വർക്ക് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. എന്നാൽ അത് കഴിഞ്ഞാൽ ഈ ലൈസൻസ് എന്ന് പറയുന്നത് പ്യുവർലി നിങ്ങളുടെ പേഴ്സണൽ പ്രോപ്പർട്ടിയാണ്. അത് ഒരു കാരണവശാലും ഒരു സ്ഥാപനത്തിനോ അല്ലെങ്കിൽ ഗവൺമെന്റിനോ അത് അകാരണമായിട്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഗവൺമെന്റ് RTA തന്നെ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ തന്നെ RTAക്ക് നിയമനങ്ങൾ ഉണ്ടാവണം. അല്ലാത്തൊരവസ്ഥയിൽ RTA പോലും ക്യാൻസൽ ചെയ്യുന്നില്ല. ഇപ്പോൾ ഒരു സ്വകാര്യ സ്ഥാപനത്തിനോ അല്ലെങ്കിൽ പബ്ലിക് സ്ഥാപനത്തിനോ അത് പിടിച്ചു വെക്കാനുള്ള റേറ്റ് ഇല്ല. അപ്പോൾ ഗൈസ് ഞാനവിടെ പോയിട്ട് അവിടെ കുറച്ച് ആൾക്കാരുടെയൊക്കെ ഞാൻ പ്രശ്നങ്ങൾ കേട്ടു. പലർക്കും പല പല പ്രശ്നങ്ങളാണ്. 40-45 ആൾക്കാരുണ്ടായിരുന്നു അവിടെ. ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും, കാരണം ഇത് 5 മണി വരെ ഉണ്ട് ഇത്. അപ്പോൾ ഞാൻ എൻ്റെ പ്രശ്നം പറഞ്ഞു. ഞാൻ നിങ്ങൾക്കിപ്പോൾ അത് വീഡിയോയിൽ കാണിച്ചു തരാം, എൻ്റെ പ്രശ്നങ്ങളും പിന്നെ പല ആൾക്കാരുടെയും. ഇപ്പോൾ കുറച്ചൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്തു. ഞാൻ അവരോട് പെർമിഷൻ ചോദിച്ചു, ഇങ്ങനെ എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ. എൻ്റെ യൂട്യൂബ് വീഡിയോ ഉണ്ട്, യൂട്യൂബ് ചാനലുണ്ട്. ചാനലിൽ അങ്ങനെ പലർക്കും പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ പരിഹാരം എന്തെങ്കിലും കിട്ടുമെന്ന് വെച്ചാൽ അത്രയും നല്ലതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ക്യാമ്പായിരുന്നു. ആൾക്കാർക്ക് എന്തൊക്കെ പ്രശ്നമുണ്ടോ അതിനെ പറ്റിയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ വലിയ വലിയ വക്കീലന്മാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ ഇന്ത്യൻ എംബസിയിലെ കൗൺസിലേഴ്സും അവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും പ്രശ്നം എന്ന് വെച്ചാൽ അതും ചോദിക്കാം. അതനുസരിച്ചിട്ട് നമ്മൾക്ക് അവർ ഐഡിയാസൊക്കെ തരും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണാം. ഞാൻ അവിടെ ചെന്ന് റെക്കോർഡ് ചെയ്തതാണിത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് ഹെൽപ്പ് ചെയ്യുന്നത് വെച്ചാൽ അത്രയും നല്ലതായിരിക്കും. ഞാൻ വീഡിയോ എടുക്കേണ്ട പ്രശ്നമില്ല, കാരണം എൻ്റെ യൂട്യൂബിലൊരു ചാനലുണ്ട്. അപ്പോൾ അവരെ ആൾക്കാർക്ക് ഹെൽപ്പ് ചെയ്യുന്നത് എൻ്റെ പ്രശ്നമുള്ളത്. എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ 23 years ആയിട്ട് ഇവിടെ ബിസിനസ് നടത്തുന്നതാണ്. എൻ്റെ ഒരു മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു. പാൻഡമിക്കിൽ 2021 അത് പ്രശ്നമായി. എനിക്ക് റെൻ്റ് കൊടുക്കാൻ പറ്റിയില്ല. ഒരു കൊല്ലം പൂട്ടിയിട്ടുണ്ടായിരുന്നു. സ്കൂളൊക്കെ പൂട്ടിയോണ്ട് നമ്മളുടെയും ക്ലോസ് ഇതായതുകൊണ്ട് അവർ പറഞ്ഞു പറ്റില്ല, പഠിപ്പിക്കുന്നുണ്ട് പറ്റില്ല. അപ്പോൾ എൻ്റെ ബിസിനസ്സിൻ്റെ കുറച്ച് ഇതായിപ്പോയി. അങ്ങനെ എൻ്റെ റെൻ്റൽ കേസ് ഉണ്ട്, എൻ്റെ RDC കേസാണ്. 3 മാസത്തെ റെൻ്റ് ഉണ്ടായിരുന്നു. അത് ആൾമോസ്റ്റ് 18,000 ആയിരുന്നു. പിന്നെ അവരെന്നെ പുറത്താക്കി, വീട്ടിൽ നിന്ന് കോർട്ടിൻ്റെ വഴി പുറത്താക്കി. അത് കഴിഞ്ഞിട്ട് എന്നെ ജയിലിലാക്കി. ഞാൻ ജയിലിലായിരുന്നു ഒരാഴ്ച. ജയിലിലായി കഴിഞ്ഞിട്ട് പിന്നെ പുറത്തിറങ്ങി. 22,000 അങ്ങോട്ട് കൊടുത്തിട്ട് പുറത്തിറങ്ങി. എന്നുവെച്ചാൽ 18,000 കേസായിരുന്നു. പിന്നെ കോർട്ട് കേസും ഇതൊക്കെ എന്ന് പറഞ്ഞിട്ട് അവർ 22,000 എടുത്തിട്ട് എന്നെ പുറത്തിറക്കി. അത് കഴിഞ്ഞിട്ട് എല്ലാ മാസവും 5,000 എനിക്ക് ഇൻസ്റ്റാൾമെൻറ്റ്സ് വന്നു തുടങ്ങി കോർട്ടിൻ്റെ വക. എനിക്ക് അറബി വായിക്കാൻ അറിഞ്ഞൂടാ. അപ്പോൾ ആക്ച്വലി അവർ കൊടുത്ത കേസ് എൻ്റെ കോൺട്രാക്റ്റ് കഴിഞ്ഞു. അവർ 96,000 കേസ് കൊടുത്തു. പിന്നെ ഐ ഹാവ് ടു പേ ദി എൻറ്റയർ റെൻറ്റ്. ആ റെൻറ്റിൽ നിന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് ഞാനൊരു ഓൾമോസ്റ്റ് 70,000 ഞാൻ 72,000 കൊടുത്തു. ഇത് കൊടുത്ത് എൻ്റെ ബിസിനസ്സും പോയി, എല്ലാതും പോയി. ഇപ്പം ഞാൻ 3 കൊല്ലമായിട്ട് എനിക്കൊന്നുമില്ല. എൻ്റെ വിസ എനിക്ക് റിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ 3 കൊല്ലമായിട്ട് ഞാനും എൻ്റെ വൈഫും എൻ്റെ മോനും വിത്തൗട്ട് വിസ ആയിരുന്നു. ഇപ്പോൾ ഫൈനലി എനിക്ക് കോർട്ടിൽ നിന്ന് ഒരു മെസ്സേജ് വന്നിരുന്നു, എന്താ റെഡ്യൂസ് റെൻ്റൽ ക്ലെയിം എന്നും പറഞ്ഞിട്ട്. അതും പറഞ്ഞിട്ട് ഞാൻ അവരെ വിളിച്ചിരുന്നു. അവർ വിളിച്ചിട്ട് പറഞ്ഞു അവരിഞ്ഞു റെഡ്യൂസ് ഒന്നും ചെയ്യില്ല, അതന്നെ ആ പൈസ തന്നെ കൊടുക്കണം. ഞാൻ പറയുന്നത് കോർട്ടിൻ്റെ വക വന്ന ഒരു ഇതാണ് ക്ലെയിം റെഡ്യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴും 20,000 22,000 എൻ്റെ ബാക്കിയുണ്ട്, വിച്ച് ഐ കൻ നോട്ട് മേക്ക് എനി മോർ മണി. അപ്പോൾ ഈ ആംനസ്റ്റിയിൽ എനിക്ക് ആകെ ഈ ഒരു കേസ് മാത്രമേ ഉള്ളൂ. വൈഫിനെയും മോനെ ഞാൻ ഔട്ട് പാസിൽ വെച്ചിട്ട് June 8 ഞാൻ അവരെ പുറത്താക്കി ഇവിടുന്ന്. ഇപ്പോൾ ഇന്ത്യയിലുണ്ട് അവർ. ഞാൻ ഡൽഹിയിൽ നിന്നാണ്, ആക്ച്വലി മലയാളിയാണ്, പക്ഷേ ഡൽഹിയിലാണ് ജനിച്ചു വളർന്നത്. അപ്പോൾ ഇത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എനിക്ക് ഈ കേസ്? കാരണം ഞാൻ RDCയിൽ പോയിട്ട് എനിക്ക് യാതൊരു ഹെൽപ്പും കിട്ടിയിട്ടില്ല. അവരെല്ലാവരും അറബിയും സംസാരിച്ച് ഇംഗ്ലീഷിലും ചോദിച്ചു. അവർ പറഞ്ഞു നോ യു ഹാവ് ടു പേ ദിസ്. നൗ ഐ ഡോണ്ട് ഹാവ് എനി അതർ ഓപ്പർച്യൂണിറ്റി ടു ഗെറ്റ് ദിസ് 20,000 24,000. സോ ഐ എം സ്റ്റക്ക് നൗ ഫ്രം പാസ്റ്റ് 4 months. ഇപ്പം ഞാനൊരു ഫ്രണ്ടിൻ്റെ എൻ്റെ വീട്ടിൽ നിന്നും പുറത്താക്കി തന്നെ. എൻ്റെ ബിസിനസ്സും ഇല്ല, അത് കോൺഫിസ്കേറ്റ് ചെയ്തു. അതിൻ്റെ മുകളിലൊരു കേസായി. ഇപ്പം അതിൻ്റെ മുകളിൽ ഒരു 17,500 വേറൊരു കേസ് ഉണ്ട് ഇപ്പം, ബിക്കോസ് ഓഫ് ഐ കുഡൻറ്റ് പേ ദ റെന്റ്. I cannot run my business without the Emirates ID. I cannot run my business without... I've been here for 30 years. And my father 36 years. This is the first time I'm facing something like this, which I'm not at all happy about.
സോ വി ഡിൻ ഗെറ്റ് എനി ഹെൽപ്പ് ഓൺ ദിസ് സിറ്റുവേഷൻ. എന്നുവെച്ചാൽ ഒന്നാമത് എനിക്ക് അറബി അറിഞ്ഞൂടാ. ആ ഒരു കേസിൽ നിന്ന് പുറത്താക്കി 22,000 കഴിഞ്ഞാൽ എല്ലാം കഴിയും. പബ്ലിക് പ്രോസിക്യൂട്ടർ വഴിയാണ് ഇത് നടന്നത്. ഇത് പാൻഡമിക്കിൽ നടന്ന സംഭവമാണ്. എൻ്റെ അതായത് ഈ പൊതുവെ ഈ റെന്റൽ കേസുകളിൽ പലപ്പോഴും നമ്മളുടെ ഒരു അജ്ഞത കുറവുകൊണ്ട് സംഭവിക്കുന്നതാണ്. കാരണം ഒരു റെന്റൽ കോൺട്രാക്ട് നിലവിലുണ്ടെങ്കിൽ ആ പീരീഡ് കഴിഞ്ഞാലും നമ്മൾ അതിൻ്റെ ഇവാക്യുവേഷൻ നോട്ടീസ് വരുന്ന വരെയുള്ള റെന്റ് നമ്മൾ പേ ചെയ്യാൻ ലയബിളാണ്. പൊതുവിൽ ഇത്തരം കേസുകളിൽ RDCയുടെ ഭാഗത്തുനിന്ന് കാര്യമായിട്ടുള്ള ഡിസ്കൗണ്ട് കിട്ടില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ പേ ചെയ്യാൻ ലയബിളാണ്. അതർവൈസ് നമ്മൾ അവർ ഇൻറ്റിമേറ്റ് ചെയ്യണം, നമ്മൾ ഇവാക്യുവേറ്റ് ചെയ്യുന്നത്. പലരും കരുതുന്നത് വെച്ചാൽ റെന്റൽ കോൺട്രാക്ട് കഴിഞ്ഞാൽ എൻ്റെ ബാധ്യത കഴിഞ്ഞു, എനിക്ക് അവർ ഇൻറ്റിമേറ്റ് ചെയ്താൽ പോകാം, അല്ലെങ്കിൽ ലാസ്റ്റ് ഒരു ചെക്ക് ബൗൺസായി പിന്നീട് അടയ്ക്കേണ്ട എന്ന രീതിയിൽ. കാരണം എപ്പോഴും കേസ് വരുമ്പോൾ ഈ ബൗൺസായ ചെക്കിൻ്റെ അമൗണ്ട് മാത്രം അടച്ചാൽ മതി എന്നുള്ള തെറ്റിദ്ധാരണയാണ് പലരും പോകുന്നത്. പക്ഷേ ഇത് എപ്പോഴാണ് കോർട്ടിൻ്റെ ഇവാക്യുവേഷൻ ഓർഡർ വരുന്നത് അതുവരെയുള്ള റെന്റ് അവർക്ക് കിട്ടാൻ റൈറ്റ് ഉണ്ട്. കാരണം അതിന് മുമ്പ് ഒരു കാരണവശാലും റിയൽ എസ്റ്റേറ്റ് അതോറിറ്റിക്കോ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് കമ്പനിക്കോ നിങ്ങളുടെ സ്ഥലത്ത് വന്നിട്ട് ഇത് ഒഴിവാക്കാനോ അല്ലെങ്കിൽ പൊളിക്കാനോ ലോക്ക് പൊളിക്കാനോ ഒന്നും റൈറ്റ് ഇല്ല, അണ്ടിൽ അൺലെസ് അവർക്ക് കോർട്ട് ഓർഡർ കിട്ടുന്നവരെ. സ്വാഭാവികമായിട്ടും ആ പീരീഡിൽ അവർക്ക് വേറെ റെന്റ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിനുള്ള എല്ലാ ബാധ്യതകളും തീർക്കുന്നവരെയുള്ള കാലയളവിൽ റെന്റ് നമ്മൾ പേ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. പിന്നെ ഈ ആംനസ്റ്റിയുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നത് തൊഴിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പുള്ളി പറഞ്ഞു തരും. നിങ്ങളെ റെന്റ് എത്രയായിരുന്നു? ടോട്ടൽ എമൗണ്ട് എത്രയായിരുന്നു? 18,500. അത് 22,000 ആയി. ഒരു ചെക്ക് എത്രയായിരുന്നു? 4,000 സംതിങ്. 4,000. അപ്പോൾ 3 ചെക്ക് കഴിഞ്ഞതിന് ശേഷം അവർ കേസ് കൊടുത്തത്. ഞാൻ അവരുടെ അടുത്ത് പോയിരുന്നു. എനിക്ക് കുറച്ച് ക്യാഷ് കിട്ടാണ്ടായിരുന്നു ബിസിനസ് ചെയ്യണോണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കോൺട്രാക്ട് റിന്യൂ ചെയ്തിട്ട് അതിൻ്റെ ഒപ്പം ഒരു പുതിയ കോൺട്രാക്ട് ഉണ്ടാക്കി എനിക്ക് തരൂ. പക്ഷെ അവരത് ചെയ്തില്ല, അവർ കേസ് കൊടുത്തു. നിങ്ങൾ സൈൻ ചെയ്ത് കൊടുത്തിരുന്നോ? ഇല്ല, പുതിയ കോൺട്രാക്ട് ഞാൻ സൈൻ ചെയ്തിട്ടില്ല. അല്ല, അതെന്താ സംഭവിച്ചു വെച്ചാൽ നിങ്ങൾ അവിടുന്ന് റെന്റ് കൊടുക്കാതായപ്പോൾ അവർ കേസിട്ടു. കേസിട്ടപ്പോൾ നിങ്ങൾ എന്താക്കി, അവിടുന്ന് കേസിൻ്റെ എൻഡ് ജഡ്ജിമെന്റ് വരുന്നതിന് ശേഷമാണ് നിങ്ങളെ പുറത്താക്കിയിരിക്കുന്നത്. അപ്പം ജഡ്ജിമെന്റ് വന്നിരിക്കുന്നവരെ എങ്ങനെയായാലും 3 month 4 month കഴിയും, 6 month കഴിയും ജഡ്ജിമെന്റ് ഫൈനൽ ഡിസിഷൻ എടുത്ത് എക്സിക്യൂഷൻ നടത്തിയിട്ട് നിങ്ങളെ പുറത്താക്കാൻ വേണ്ടിയിട്ട്. അതുവരെയുള്ള റെന്റാണ് മൊത്തം അവർ മേടിച്ച് എഴുതിയിരിക്കുന്നത്. അതോടനുബന്ധിച്ച് നിങ്ങൾ അവിടുന്ന് ഇറക്കാനുള്ള 6,000 അഡീഷണൽ ചാർജ് വരും. പിന്നെ ലോവർ ഫീസ് എല്ലാം കൂടി കൂടിയിട്ടാണ് നിങ്ങളത് ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ മേ ബി നിങ്ങൾ ഉള്ളിലുള്ളപ്പോൾ ആരെങ്കിലും 5,000 വെച്ച് മന്ത്ലി അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടാവും. അവരെന്നെ കൊടുത്തത് എന്ന് വെച്ചാൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുക്കേണ്ടത് അവരെന്നെ കൊടുത്തത്. ആര് കൊടുത്തത്? അവരെന്നെ കൊടുത്തത്. നിങ്ങളെ യൂസർ ഐ പാസ്വേഡ് ഉണ്ട് അല്ലെ? നിങ്ങളെ പവർ അപ്പിനോട് ആർക്കെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല. പിന്നെ അവർക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും? അവരെ അഗ്രി ആയി 5,000 20,000 പബ്ലിക് പ്രോസിക്യൂട്ടർ വഴിയാണ് നടന്നത് എൻ്റെ കേസ്. പബ്ലിക് പ്രോസിക്യൂട്ടർ ഇല്ല, പബ്ലിക് പ്രോസിക്യൂട്ടർ ഈ കേസ് ആയിട്ട് ഒരിക്കലും ഉണ്ടാകത്തില്ല. ഇത് RDC റെന്റൽ ഡിപ്പാർട്ട്മെന്റ് ആണ്, മറ്റേത് പബ്ലിക് പ്രോസിക്യൂട്ടർ ക്രിമിനൽ കേസാണ്. ക്രിമിനൽ കേസ് ഇതൊക്കെയാണ്. ഇത് ഒരിക്കലും പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിട്ടുള്ള കേസല്ല, RDC വഴിയാണ്. നിങ്ങൾക്ക് ഇപ്പം ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ എത്ര നിങ്ങൾ അവിടെ പോയിട്ട് എത്ര എമൗണ്ട് അടച്ചിട്ടുണ്ട് എന്നുള്ളത് അതിന്റെ കംപ്ലീറ്റ് ഷീറ്റ് അതെല്ലാം എൻ്റെ ഉണ്ട്. ഇപ്പോൾ അപ്പോൾ ബാലൻസ് ഉള്ളത് 22,000. അപ്പോൾ റെന്റ് കുറയ്ക്കണം പറഞ്ഞിട്ട് കോർട്ടിന്റെ ഒരു ഓർഡർ എൻ്റെ ആ പോർട്ട്ഫോളിയോയിലുണ്ട്. അത് വന്നിട്ട് തന്നെ ഇപ്പോൾ 1.5 കൊല്ലമായി. ഞാൻ ഇവരോട് കുറേ നാളെ ഇപ്പോൾ അവർ ആ ബിൽഡിംഗ് വിറ്റു, ആ മാനേജർ വേറൊരു സ്ഥലത്താണ്. എന്നിട്ട് ഞാൻ നിങ്ങൾ റെന്റ് അടയ്ക്കാണ്ടിരിക്കുന്ന മന്ത്ലി അതിന്റെ ഫീസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും കേട്ടോ, അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അല്ല, അതൊക്കെ ഞാൻ മന്ത്ലി കൊടുത്തു. അല്ല, അത് ഇപ്പം ഈ ഡിസ്ക്ലെയിമർ ഇത് വന്നില്ലേ, ഡിസ്ക്ലോഷർ വന്നില്ലേ ഇവരുടെ കോർട്ടിൻ്റെ റെന്റ് കുറയ്ക്കെന്നും പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് ഇവരെന്നെ അടുത്ത് വരാൻ സമ്മതിക്കില്ല. അവർ പറയാൻ നിങ്ങൾ ഫുൾ എമൗണ്ട് കൊണ്ടുപോവാ. ഞാൻ പറഞ്ഞു 10,000 വരെ ഞാൻ തരാൻ തയ്യാറാണ്. ഹാഫെങ്കിലും. നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് വെച്ചാൽ അത് കംപ്ലീറ്റ് അവിടെ പോയിട്ട് RDC പോയിട്ട് കംപ്ലീറ്റ് ഹിസ്റ്ററി എടുക്കുക. ഇപ്പോൾ നിങ്ങൾ അറസ്റ്റ് ഓർഡർ ഉണ്ടോ നിങ്ങൾക്ക്? ഇല്ല, അറസ്റ്റ് ഓർഡർ ഇല്ല. ഓക്കെ, നിങ്ങൾ അവിടെ പോയിട്ട് കംപ്ലീറ്റ് ഹിസ്റ്ററി എടുക്കുക. ഹിസ്റ്ററി എടുത്തിട്ട് നിങ്ങൾ എന്താക്കുക, അവിടെ തന്നെ ഉണ്ട് ലാൻഡ് ഡിപ്പാർട്ട്മെന്റിൽ ലോയേഴ്സ് ഉണ്ട്, അവിടെ നിങ്ങളൊരു അപ്ലിക്കേഷൻ കൊടുക്കുക. അപ്ലിക്കേഷൻ കൊടുത്താൽ അംനസ്റ്റിൻ്റെ ഇത് വെച്ചിട്ട് തന്നെ ഞാൻ ഇത്ര വർഷമായിട്ട് ഇത്ര പേയ്മെന്റ് കൊടുത്തിരുന്നു പറഞ്ഞാൽ അറബിക്കിലൊരു ലെറ്റർ എഴുതിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വിത്തിൻ 1 വീക്കിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് അപ്രൂവൽ വരും. 120 dirhams അതിൻ്റെ ചാർജ് വരുന്നത്. അത് വെച്ചിട്ട് അപ്ലിക്കേഷൻ കൊടുത്തത്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് അതിനകത്ത് ഒഴിഞ്ഞ് കിട്ടും. പിന്നെ വേറെ ഒരെണ്ണം ഞാൻ ഒരു കണ്ടിരുന്നു മിനിയാന്നത്തെ ന്യൂസിൽ, ഡൊണേഷനോ അത് ചിലർ ഇത് ചെയ്യണ്ടായിരുന്നു, ചാരിറ്റി അപ്ലിക്കേഷൻ കൊടുക്കുന്നത്. അതല്ലേ, അപ്പോൾ അതിൽ നിന്ന് റിഡ്യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒഴിവാക്കി തരും. നിങ്ങൾ പറയുക ഇത്ര വർഷമായിട്ടുള്ള എല്ലാ ഹിസ്റ്ററിയും അതിൻ്റെ അകത്ത് വെക്കണം, അടച്ച റെസീറ്റുകൾ മൊത്തം വെക്കണം. അത് ഡിഫറെൻ്റ് ആയിട്ട് ഒഴിഞ്ഞു കിട്ടും. ഓക്കെ സാർ, താങ്ക് യു. ടാക്സിലാണ് വിസിലാണ് വർക്ക് ചെയ്യുന്നത്. സ്റ്റിൽ ഏതായിട്ട് ലൈസൻസ് കിട്ടിയിട്ടില്ല. 2 തവണ അറ്റൻഡ് ചെയ്തു, ഫെയിലായി.
അപ്പം അതിനുശേഷം ഈ നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ക്ലാസ്സിന് റിന്യൂ ചെയ്യണം പേപ്പർ എക്സാം ഇത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം എനിക്ക് അതിനുള്ളൊരു വരുമാനമോ കാര്യങ്ങളോ ഒന്നുമില്ല. കമ്പനി എനിക്കിത് പേയ്മെൻ്റ് ഒന്നും തരുന്നുമില്ല. ഇവിടെ മുന്നോട്ട് പോകുന്നത് ഇതെൻ്റെ അമ്മയാണ്. അമ്മയും സപ്പോർട്ട് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കമ്പനി എൻ്റെ പേരിൽ അക്കൗണ്ടിൽ ഫയൽ ചെയ്തേക്കുവാണ്. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഈ പുതുമപ്പ് വന്നതിൻ്റെ പേരിൽ എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. മെയിൻ ഇഷ്യൂ എന്ന് വെച്ചാൽ എൻ്റെ പാസ്പോർട്ട് കമ്പനി ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എനിക്ക് നാട്ടിലോട്ട് പോകാനോ അല്ലെങ്കിൽ പുതിയൊരു കമ്പനിയിലോട്ട് ജോയിൻ ചെയ്യാനോ ഒരു വഴിയും എനിക്കിപ്പോൾ ഇല്ല. അപ്പോൾ അതിന് എന്തെങ്കിലും, കാരണം ദുബായ് പോലീസിന് ഓൺലൈൻ വഴി ആപ്പ് വഴി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തു. പിന്നെ മാക്സിൽ ഇതേപോലെ എംബസി പോയായിരുന്നു. അവിടെ ചെന്നപ്പോൾ അവർ ഇത് തന്നെ പറയുന്നത് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു. 2-3 days ബിഫോർ ഞാനിവിടെ വന്നായിരുന്നു. നമ്മൾ അന്ന് അവിടുത്തെ പോലീസ് സ്റ്റേഷൻ ക്യാമ്പിൽ വന്ന് അവിടെയും പറഞ്ഞപ്പോൾ ഒരു കോൺടാക്ട് നമ്പർ തന്നു. അതിൽ വിളിച്ചു, പക്ഷെ അവർ എടുക്കുന്നില്ല ആ നമ്പറിൽ. മേ ബി ഇപ്പോൾ ഒരു 1.5 വർഷമായിട്ട് ഞാൻ ഇത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്കൊന്നിനും വേറെ ഒരു വരുമാനം എനിക്കില്ല. റൂം റെൻ്റ് ആയാലും ഫുഡായാലും ബാക്കി കാര്യങ്ങളായാലും മുന്നോട്ടൊരു സപ്പോർട്ട് ഉള്ളത് കൊണ്ട് പോകുന്നു. എപ്പോഴും ഒരു സപ്പോർട്ടിൻ്റെ ആവശ്യം എനിക്കില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ പാസ്പോർട്ട് കമ്പനിയിൽ എങ്ങനെ തിരിച്ച് മേടിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ അതിൻ്റെ ഫോർമാലിറ്റീസ് എങ്ങനെ, എനിക്ക് കമ്പനി പോയിട്ട് പല വ്യക്തികളും ചോദിച്ചിട്ട് പാസ്പോർട്ട് അവിടെ തിരിച്ച് കൊടുക്കുന്നില്ല. വിളിച്ചപ്പോൾ ലേബറിൽ എൻ്റെ അക്കൗണ്ടിൽ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് ആദ്യം പിന്നെ ക്യാൻസൽ ആയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ അറിഞ്ഞത് നമ്മൾ ദുബായ് എമിഗ്രേഷനിലും എൻ്റെ പേരിൽ അക്കൗണ്ടിൽ ഫയൽ ആയിട്ടുണ്ടെന്ന്. അപ്പോൾ എനിക്ക് ഇനി കമ്പനിയിൽ നിന്ന് പാസ്പോർട്ട് കിട്ടാതെ എനിക്ക് വേറെ ഒരു വിസയിലോട്ട് മാറ്റാനും പറ്റത്തില്ല. ഇവിടെ നിന്ന് എനിക്ക് എക്സിറ്റ് ആവാനും പറ്റത്തില്ല.